അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പേടിയുണ്ടോയെന്നല്ലേ? പേടിക്കേണ്ടതില്ല. വിദ്യാർത്ഥികളിൽ അധികം ആൾക്കാരും ഇപ്പോൾ നല്ല രീതിയിൽ ഭയന്നിരിക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? നാളെയാണ് 15-ാം തീയതിയാണ് സമസ്ത പൊതുപരീക്ഷയുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇതിന് ചില ആൾക്കാർ ഭയന്നിരിക്കുകയാണ്, ചില ആൾക്കാർ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് റിസൾട്ടിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നല്ല രീതിയിൽ സന്തോഷിക്കുക. നാളെ റിസൾട്ട് നിങ്ങൾ എഴുതിയ ഇതിന് നല്ല രീതിയിൽ മാർക്ക് കിട്ടും, അതിൽ യാതൊരു സംശയം വേണ്ട. ഇനിയിപ്പോൾ ഇത് ഞങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാവരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ എല്ലാ ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അത് എഴുതിയിട്ടുണ്ട്, നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് നല്ല മാർക്ക് കിട്ടുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ആരെങ്കിലും ഒരു വിദ്യാർത്ഥി ഈ വീഡിയോ കാണുന്ന ആൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ പേടിക്കേണ്ടതില്ല. നമുക്ക് അതിനെ അടുത്ത ഇതിൽ പിടിക്കാം. സപ്ലി എഴുതിയിട്ടോ അല്ലെങ്കിൽ റീ എക്സാം എഴുതിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കതിനെ പിന്നീട് നമുക്ക് ശരിയാക്കാന്നേ. വലിയ ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവുമില്ല. നാളെ റിസൾട്ട് വരുന്ന സമയമാണ്. അപ്പോൾ നാളെ വരുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേടിച്ചിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഫെയിലിയർ ഇസ് ദി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഓഫ് സക്സസ്. അതെ, ഓക്കെ. സമസ്ത പബ്ലിക് എക്സാം റിസൾട്ട് അനൗൺസ്മെൻറ്റ് 15th March 2025 സാറ്റർഡേ 12:30. ഓക്കെ, 12:30 മണിക്കാണ് റിസൾട്ട് വരുന്നത്. ഇനി ചിലപ്പോൾ എൻ്റെ ഒരു ഗസ്സിങ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ 12:30 എന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് വരും എന്ന് പറയേണ്ട യാതൊരു ഇതുമില്ല. കാരണം കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുമ്പത്തെ കൊല്ലവും ഞാൻ റിസൾട്ട് വരുന്ന സമയത്ത് ലൈവ് ചെയ്തിട്ടുണ്ടാകും. എൻ്റെ ലൈവ് വീക്ഷിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ലൈവ് ചെയ്ത സമയത്ത് നമ്മൾ ഒരു സമയം അവർ നിക്ഷേപിച്ച ആ ഒരു സമയത്ത് എന്ത് ചെയ്തു വെച്ചാൽ അപ്പോൾ സൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലമൊക്കെ വന്നിട്ട് കുറച്ച് എററൊക്കെ ആയിട്ട്, കാരണം എല്ലാ ആൾക്കാരും എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു സമയത്ത് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ചെറിയ എററൊക്കെ വന്നിട്ട് കുറച്ച് സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും ഇവിടെ കൊടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 12:30 നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ 12:30 മണിക്ക് നമ്മുടെ ചാനലിൽ 12:20 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊരു ലൈവ് വരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ലൈവിന് വേണ്ടി എല്ലാവരും അലേർട്ടായിരിക്കുക. നമുക്ക് ലൈവിൽ വന്ന് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവ് ഞാനിപ്പോൾ പ്രൈവറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ആ ഒരു ലൈവ് വന്ന സമയത്ത് ഏകദേശം 20,000 ആൾക്കാർ സ്റ്റുഡൻസൊക്കെ നമ്മുടെ ലൈവിലേക്ക് വന്ന് കുറേ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രാവശ്യവും നമ്മൾ ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് ലൈവിൽ വരുന്നതാണ്. പിന്നെ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള സൈറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. result.samasta.info എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഇനി അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടുന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഏതായാലും മറക്കണ്ട, നാളെയാണ് റിസൾട്ട് വരാൻ പോകുന്നത്. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചോ. എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ അതിന് ഗുണം കിട്ടും. ഇനി എഴുതിയിട്ടില്ല, പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഏതുപോലെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മംഗലാപുരത്തേക്ക് പോകുന്ന ബസ്സിൽ കാസർഗോഡിൽ ഇരുന്നിട്ട് മംഗലാപുരത്തെ ബസ്സിലേക്ക് ഇരുന്നിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. എന്താണെന്ന്, അള്ളാഹുവേ എന്നെ നീ കൊല്ലത്തേക്ക് എത്തിക്കണേ അല്ലാ. ഇങ്ങനെ ദുആ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ആ ശരിക്കുമുള്ള ബസ്സിൽ, മംഗലാപുരത്തെ ബസ്സിൽ തന്നെ ഇരുന്ന് ദുആ ചെയ്യണം. എന്താന്ന്, അള്ളാഹുവേ എന്നെ മംഗലാപുരത്തേക്ക് നീ ശരിക്കും എന്തും കുഴപ്പമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എന്നെ നീ എത്തിക്കണേ അല്ലാ. ഇങ്ങനെ ദുആ ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടും, അതിന് ഫലം കാണും. അല്ലാതെ പഠിക്കാതെ എഴുതാതെ നമ്മൾ ദുആ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഏതായാലും ദുആ ചെയ്തോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നാളെ ലൈവിൽ കാണാം. എല്ലാവരും അലേർട്ടായിരിക്കുക. നമ്മുടെ ചാനൽ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ലൈവ് നാളെ അപ്ഡേഷൻ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് ഏതായാലും ഇവർ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ഉന്നത മാർക്കോടുകൂടി വിജയിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മദ്രസ ഏതൊക്കെയാണ്, നിങ്ങൾ എവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ നാട് എവിടെയാണ്, എല്ലാം ഒന്ന് കമൻറ്റ്സിലൂടെ നമുക്കൊന്ന് അറിയിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ലൈവിൽ കാണാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.